ഓക്കെ, സോ ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനായിട്ടുള്ളത് ഇൻഡെക്സ് നമ്പേഴ്സിനെ കുറിച്ചാണ്. സോ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. സേ ഫോർ എക്സാമ്പിൾ പ്രൈസ്, ക്വാണ്ടിറ്റി, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഈ വേരിയബിൾസിന്റെ ട്രെൻഡിനെ കുറിച്ച് പഠിക്കുക. അതേപോലെ തന്നെ അതിന്റെ പ്രപ്പോർഷൻ, അതിന്റെ റേഷ്യോ മുതലായ കാര്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്രോക്സ്റ്റൺ ആൻഡ് കൗഡന്റെ ആണ് ബേസിക് ആയിട്ട് ഇൻഡെക്സ് നമ്പേഴ്സിനെ കുറിച്ചുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഡെഫിനേഷൻ ഉള്ളത്. ഇതിൽ ബേസിക്കലി പറയുന്നത് എന്താ വെച്ചാൽ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ഡിവൈസസ്. ഇൻഡെക്സ് നമ്പേഴ്സ് ഈ ഡെഫിനേഷൻ എന്തായാലും ചോദിക്കും, എന്നിട്ട് ആരാണ് അത് പുട്ട് ഫോർവേഡ് ചെയ്തതെന്ന് ചോദിക്കും. ആർ ഡിവൈസസ് ഫോർ മെഷറിംഗ് differences in the magnitude of a group of related variables. വളരെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേരിയബിൾസ് തമ്മിൽ എങ്ങനെയാണ് അവരുടെ അസോസിയേഷൻ വരുന്നത്, ഹൗ ദേ ആർ നെറ്റ്വർക്ക്ഡ് വിത്ത് ഈച്ച് അതർ, ഹൗ ദേ ആർ റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ, ട്രെൻഡ് എങ്ങനെയാണ് മുതലായ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡെക്സ് നമ്പേഴ്സ് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഇറ്റ്സ് എ ബാരോമീറ്റർ അല്ലെ. നമുക്ക് അറിയണം വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ അവർ എക്കോണമി എന്നതിനെ കുറിച്ച്. അപ്പൊ ആ ട്രെൻഡിനെ കുറിച്ച് അറിയണം, ആ ഫീച്ചറിനെ കുറിച്ച് ഒരു ഐഡിയ ഫ്രെയിംവർക്ക് ഉണ്ടാവണം. അപ്പൊ ഇതെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ ഇൻഡെക്സ് നമ്പർ ആണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഇൻഡെക്സ് നമ്പർ അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മളെ ഗവൺമെന്റിന് പലതരത്തിലുള്ള ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി മുതലായ കാര്യങ്ങൾ അവലംബിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് നമ്മുടെ എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ചൊരു പോസ്റ്റുലേഷൻ അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. വേജ് പോളിസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ കൃത്യമായിട്ടുള്ള ഒരു വേജ് കമ്പ്യൂട്ടേഷൻ, വേജ് സ്ട്രാറ്റജി ഇത് നമുക്ക് ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. സോ വി ഹാവ് ടു അഡയർ ടു സർട്ടൻ സ്റ്റാൻഡേർഡ്സ്. എങ്ങനെ നമ്മൾ അതിനെ അബൈഡ് ചെയ്യണം, എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഓൾ ദോസ് തിങ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. കാരണം ട്രെൻഡ് അറിയാനായിട്ടാണ് ബേസിക്കലി ഈ ഒരു ഇൻഡെക്സ് നമ്പർ കമ്പ്യൂട്ടേഷൻ നമ്മളെ സഹായിക്കുന്നത്. നമുക്കറിയണം സർട്ടൻ കമോഡിറ്റീസ് ഉണ്ട്, സർട്ടൻ ബാസ്കറ്റ്സ് ഓഫ് ഗുഡ്സ് ഉണ്ട്. അപ്പൊ ഈ സർട്ടൻ ബാസ്കറ്റ് ഓഫ് ഗുഡ്സിന്റെ ട്രെൻഡ് എങ്ങനെയാണ്, അതിന്റെ ഫീച്ചർ എങ്ങനെയാണ്, ഇൻഫ്ലേഷൻ എക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അതോ ഡിഫ്ലേഷണറി കണ്ടീഷൻ ആണോ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഓൾ ദോസ് തിങ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ഇസ് ടു മെഷർ or to initiate certain procedure to remove inequality in our economy. നമുക്കറിയാം അസമത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനീക്വാലിറ്റി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയിൽ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. അപ്പൊ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കണ്ടീഷൻ അല്ലെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ ലെവൽസ് ഓഫ് ഇനീക്വാലിറ്റി നമ്മുടെ എക്കണോമിയിൽ ഇല്ലാതാക്കണം. സോ അങ്ങനെ നമുക്ക് ഇനീക്വാലിറ്റി ഇല്ലാണ്ടാക്കണമെങ്കിൽ വി ഹാവ് ടു അഡയർ ടു സർട്ടൻ മെഷേഴ്സ്, വി ഹാവ് ടു അഡയർ ടു സർട്ടൻ പോളിസീസ്. അതിനെല്ലാം നമ്മളെ സഹായിക്കുന്നതാണ് ബേസിക് ആയിട്ട് എന്ത് നമ്മളുടെ ഈ ഒരു ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മള് ഇൻഡെക്സ് നമ്പേഴ്സിലേക്ക് പോകുമ്പോ ആക്ച്വലി ഒരുപാട് കമ്പ്യൂട്ടേഷൻസ് ആണ് അവിടെ വരുന്നത്. അപ്പൊ ഇൻഡെക്സ് നമ്പേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. നിങ്ങളോട് ഫോർമുലയാണ് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കുക. ഇതില് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ ഉണ്ട്, രണ്ടായിട്ടാണ് നമ്മൾ ഇതിനെ ബേസ് ആയിട്ട് തിരിക്കുന്നത്. The very first one is the simple index number and the second one is the weighted index number. So you have basically two. The first one is the simple index number and the second one is the weighted index number. So simple index number എന്ന് പറയുമ്പോൾ അതിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. That is simple aggregative method. Simple aggregative method and the second one is simple average of price relative method. And the next one is weighted index number ആണ്. So weighted index number ന്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ you have weighted average of price relative method. The next one is weighted aggregative
method. So ഇവിടെ നമ്മൾ simple index number ആവുമ്പോൾ അതിനെ രണ്ടായി തിരിക്കാം. Simple aggregative method, simple average of price relative method. Weighted index number ആവുമ്പോൾ അതിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. Weighted average of price relative method and the next one is weighted aggregative method. നമ്മൾ ഇനി ഓരോരോ പ്രോബ്ലംസ് ആയിട്ടാണ്, കാരണം ഇൻഡെക്സ് നമ്പേഴ്സിൽ ആക്ച്വലി ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ്. അതേപോലെ ലാസ്റ്റ് ഇയേഴ്സ്, പാച്ചീസ്, അങ്ങനെയുള്ള ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ മുതലായ കമ്പോണൻസ് ആണ് അവിടെ വരുന്നത്. സോ ദ വെരി ഫസ്റ്റ് വൺ ഇസ് ദ സിമ്പിൾ ഇൻഡെക്സ് നമ്പർ. വെരി സിമ്പിൾ ആണ്, ഫോർമുല മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ഒരു കൺസിഡറേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് സോർട്സ് ഓഫ് ഐറ്റംസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഡിഫറെന്റ് സോർട്സ് ഓഫ് ഐറ്റത്തിന് ഈക്വൽ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെയാണ് സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സിനെ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക P01 എന്നാണ്. അതായത് പ്രൈസ് ഇൻഡെക്സ് ഓഫ് കറന്റ് ഇയർ. ഈ P01 എന്ന് പറഞ്ഞാൽ കറന്റ് ഇയറിലെ പ്രൈസ് ഇൻഡെക്സ് ആണ് കാണിക്കുന്നത്. നമുക്ക് ഒരുപാട് തരത്തിലുള്ള കമോഡിറ്റീസ് കാണും അല്ലെ. അപ്പൊ ആ കമോഡിറ്റീസിന്റെ വിലയെ കുറിച്ചുള്ള അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റീസിന് ചാർജ് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്നുള്ളതിനെയാണ് നമ്മൾ എവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഈ P01 കൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിഗ്മ P1 by സിഗ്മ P0 into 100. സിഗ്മ എന്ന് പറയും, മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ സമ്മേഷൻ എന്ന് പറയും. സമ്മേഷൻ P1 by സമ്മേഷൻ P0 into 100. ഇതിന്റെ അകത്ത് P1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറന്റ് ഇയർ പ്രൈസ് ആണ്, സാധനത്തിന്റെ ഇന്നത്തെ വില അല്ലെങ്കിൽ ഈ കൊല്ലത്തെ വില. P0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് ഇയർ പ്രൈസ്. സി ഫോർ എക്സാമ്പിൾ 2000 2001 ഉണ്ടെങ്കിൽ ഈ 2001 എന്ന് പറയുന്നതാണ് P1. ഇപ്പൊ 2001 ആണെങ്കിൽ 2000 എന്ന് പറയുന്നതാണ് അടിസ്ഥാന വർഷം. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് ആണ് നിങ്ങളോട് യൂസ് ചെയ്യാൻ പറയുന്നതെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നു പ്രൈസ് തന്നിട്ടുണ്ട് 2011 പ്രൈസ് തന്നിട്ടുണ്ട് 2012. And you are given 100, 90, 45, 145, 180, 85. And you are given 145, 130, 200, 275, 150. അപ്പൊ നമ്മള് സിമ്പിൾ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫോർമുല നമുക്കറിയാം. P01 is equal to summation P1 by summation P0 into 100 ആണ്. സോ ആദ്യം നമ്മൾ ഇതിൽ ഏതാണ് P0 ഇതിൽ ഏതാണ് P1 എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. P0 പറഞ്ഞാൽ ബേസ് ഇയർ ആണ്, P1 എന്ന് പറഞ്ഞാൽ കറന്റ് ഇയർ. അതായത് നമുക്ക് 2 വർഷം തരുന്നു, അതിൽ പുതിയ വർഷം അതായത് ഇപ്പൊ 2011 2012 തന്നു. അപ്പൊ ഏതാണ് ഇപ്പത്തതാവാൻ ചാൻസ്? 2012 ആണ് അല്ലെ. ഇതിന് നമ്മള് P1 എന്ന പേര് കൊടുത്തു, ഇതിന് നമ്മൾ P0 എന്ന് കൊടുത്തു. നമ്മൾ ഒരു വർഷത്തിനെ മറ്റൊരു വർഷവുമായി കമ്പയർ ചെയ്തിട്ട് നമ്മുടെ പ്രൈസിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ, എത്രത്തോളമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്, എങ്ങനെയാണ് വ്യത്യാസം വന്നിട്ടുള്ളത് മുതലായ കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സമ്മേഷൻ P1 by സമ്മേഷൻ P0 into 100 ആണ്. സോ ഇതിനെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 900. ഇതിനെ ടോട്ടൽ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 600. സോ ഇറ്റ്സ് നത്തിങ് ബട്ട് 900 by 600 into 100 by 6 ആണ്, which will give you the answer 150. Clear ആണോ? Am I clear? So it's a very first formula. Simple index number. Simple index number എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫോർമുല സമ്മേഷൻ P1 by summation P0 into 100 ആണ്. So this is your first one. Second one എന്ന് പറയുന്നത് ബേസിക് ആണ്. ലാസ്റ്റ് ഇയർ പാച്ചീസിലേക്കൊക്കെ പോകുന്ന സമയത്ത് അതിന് മുമ്പൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് ഇസ് സിമ്പിൾ ആവറേജ് അല്ലെങ്കിൽ സിമ്പിൾ ആവറേജ് എന്ന് പഠിച്ചാൽ മതി, എന്റെ ഓൾട്ടർനേറ്റീവ് നെയിം ഒന്നും ചോദിക്കാറില്ല. സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്. ആവറേജ് പ്രൈസ് മെത്തേഡ് എന്നും പറയാറുണ്ട്. ഫോർമുല ഇസ് സമ്മേഷൻ P1 by P0 into 100. P1 by P0 into 100 whole divided by n. Whole divided by n. So ഇതാണ് നമ്മളുടെ എന്താ
സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കിനി ഒരു ചോദ്യം ചെയ്ത് നോക്കാം. 2010, 2011. So you given 30, 40, 60, 80, 10, 45, 50, 72, 88, 30. സോ നമ്മളിത് വരുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ചെയ്യാന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് എന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. സോ അങ്ങനെ നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ അതിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം P1/P0 × 100 കാണാം. നമുക്കറിയാം ഇതാണ് നമ്മുടെ P1, ഇതാണ് നമ്മുടെ P0. അപ്പൊ ഓരോന്നിന്റെയും കാണണം, കാരണം സമ്മേഷൻ P1/P0 × 100 അപ്പൊ മൊത്തം കണ്ട് അതിന്റെ ടോട്ടൽ അല്ല, ഓരോന്നിന്റെയും കാണണം. സോ P1/P0 × 100 കാണാം. 45 divided by 30 into 100, which will give you the answer 150. Now 50 divided by 40 into 100, 125. Now 72 divided by 60 into 100, which will give you 120. 88 divided by 80 into 100, which will give you 110. 13 divided by 10 into 100, which will give you 130. ഇനി ഇതിന്റെ ടോട്ടൽ കാണുക. So when you go for computing the total of this, you will get it as 635. Now go for formula. അപ്പൊ അവിടെ എന്താ 635 by n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. So the right answer is 127. നമ്മൾ രണ്ട് ഫോർമുലയാണ് പഠിച്ചിട്ടുള്ളത്. The very first formula എന്ന് പറയുന്നത് സിമ്പിൾ ഇൻഡെക്സ് നമ്പറിന്റെ ഫോർമുലയാണ്. That is sigma or summation P1 by summation P0 into 100 ആണ്. The next formula is simple average of price relative method. That is summation of P1/P0 into 100 whole divided by n. So P1 എന്ന് പറയുന്നത് it is current year price. P0 എന്ന് പറയുന്നത് it is base year price. Am I clear? ഇത്രയും clear ആണോ? ഇത്രയും clear ആണോ? Okay. Now we are moving on to, നമ്മൾ രണ്ടെണ്ണം കഴിഞ്ഞു അല്ലെ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? സിമ്പിൾ ഇൻഡെക്സ് നമ്പർ. സോ സിമ്പിൾ ഇൻഡെക്സ് നമ്പറിലെ രണ്ടെണ്ണം എന്ന് പറയുന്നത്, the very first one is a simple aggregative method, simple average of price relative method. The second one is the weighted index number. So when we go for the weighted index number, we have basically two, that is weighted average of price relative method and weighted aggregative method. So നമ്മൾ ഇവിടെ പോകുന്ന സമയത്ത് weighted index number. So weighted index number formula P01 is equal to summation RW by summation W. Summation RW by summation W. ഇതാണ് ഇതിന്റെ component ആയിട്ട് നമ്മൾ പറയുന്നത്. So you are given W എന്ന് പറഞ്ഞാൽ weights ആണ്. ഓരോ ഐറ്റത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള weights നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏർണിങ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു രാജ്യത്ത് എക്സ്പോർട്ട് ഏർണിങ്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ ഏത് കമോഡിറ്റീസ് മാനുഫാക്ചർ ചെയ്യണം. ലെറ്റ് ഇറ്റ് ബി എക്സ് ഓർ വൈ കമോഡിറ്റി, അതിന്റെ പൊട്ടൻഷ്യാലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതെങ്ങനെയാണ്, അതിന്റെ ഒരു ബേസ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള കമോഡിറ്റീസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എന്താണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. അപ്പൊ അതനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് വരുന്ന എന്താ വെച്ചാല് R എന്ന് പറഞ്ഞ റിലേറ്റീവ് പൊസിഷൻസ് ആണ്, അല്ലെങ്കിൽ റിലേറ്റീവ് ഫാക്ടർ ആണ്. W പറയുന്നത് വെയ്റ്റ്സ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട് 15, 10, 5, 4, 6, 7, 3. ഇത് വീറ്റ് ആണ്. റൈസ്, പൾസസ്, മിൽക്ക്, ഓയിൽ, ഷുഗർ ആൻഡ് സോൾട്ട്. ഓരോ കമോഡിറ്റിനും അതിന്റെ എക്സ്പോർട്ട് വാല്യൂ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെയ്റ്റ്സ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. Now moving on to price. So ഇവിടെ നമുക്ക് 2005 തന്നിട്ടുണ്ട്, 2012 തന്നിട്ടുണ്ട്. So here 10, 8, 5, 2, 4, 3, 1. ഇവിടെ നമുക്ക് 15, 16, 10, 4, 6, 6, 2. ഇത്രയും കമ്പോണൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്.
നമ്മൾ ആദ്യം കാണേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ R ആണ്. കാരണം വെയിറ്റ് നമുക്ക് ഇവിടെ ഓൾറെഡി ഫിക്സ് ചെയ്ത് തന്നതുകൊണ്ട് വെയിറ്റ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇറ്റ് ഇസ് ബീങ് ഗിവൺ. Now you have to find the weights. Sorry, R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് P1 by P0 into 100. P1 by P0 into 100. So ഇവിടെ P1 by P0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ basically this is your P1 and this is your P0. So ഇവിടെ 15 by 10 into 100 ആണ്. So the answer will be 150. ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഓരോ കോമ്പോണൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. P1 by P0 into 100 ആണ്. So P1 by P0 into 100 ആണ്. So ഇതും വെട്ടി നമുക്ക് 2 കിട്ടി. So the answer will be 200. അടുത്തത് 10 by 5 into 100 ആണ്. So രണ്ടും വെട്ടി നമുക്ക് ആൻസർ 200. ഇനി 4 by 2 into 100 ആണ്. So ഇതും വെട്ടി answer will be 200. Now 6 by 4 into 100 ആണ്. So ഇവിടെ 3, ഇവിടെ 2. Now 50. So 150. Now again 6 by 3 into 100. 200. 2 by 1 into 100. 200. അപ്പൊ ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. Now നമ്മൾ ഇതിനെ സം ടോട്ടൽ ചെയ്യുക. സോ ടോട്ടൽ ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെയധികം അത് നമ്മൾ ടോട്ടൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെയും ടോട്ടൽ ചെയ്യാം, അല്ലാതെയും കണ്ടുപിടിക്കാം. അതിനേക്കാളും നല്ല അപ്രോച്ച് നമുക്കിവിടെ എന്ത് കിട്ടി, ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതാം. R വാല്യൂസ് കിട്ടി 150, 200, 200, 200, 150, 200, 200. ഇനി നമുക്ക് വെയിറ്റ്സ് അസോസിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് 15, 10, 5, 4, 6, 7 and 3. ഇനി നമുക്ക് you have to find R into W. So R into W കാണുമ്പോൾ you have 2250, you have 2000, you have 1000, you have 800, you have 900, you have 1400 and you have 600. നമ്മൾ ഇതിൽ നിന്ന് ടോട്ടൽ ചെയ്യുമ്പോൾ you will get it as 8950. ഇനി നമ്മൾ we are just applying it in the formula summation RW by summation W. So the answer will be 8950 by W the total. This is 50. So 50 and the answer will be 179. നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ പ്രോബ്ലംസ് ചെയ്യുന്നേ ഉള്ളൂ. അവിടെ വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യത ഇല്ല. So am I clear? ഇത്രയും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. Am I clear? Clear? ക്ലിയർ ആണോ? ഓക്കെ. സോ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഒരുപാട് കമോഡിറ്റീസ് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാകും. സോ ഈ പെർട്ടിക്കുലർ കമോഡിറ്റീസിനെ കുറിച്ചെല്ലാം വളരെ ബേസ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓതറൈസേഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻസ് ലഭിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻഡെക്സ് നമ്പേഴ്സിനെ കുറിച്ച് വളരെ പോസിബിൾ ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഫോർമാറ്റ് പ്രൊവൈഡ് ചെയ്ത് തന്നത് ക്രോക്സ്റ്റൺ ആൻഡ് കൗഡൺ ആണ്. ഇൻഡെക്സ് നമ്പേഴ്സിന്റെ ഗുണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. Then we went with simple index number, weighted. സിമ്പിൾ ആകുമ്പോൾ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് ഉണ്ട്, സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് ഉണ്ട്. വെയിറ്റഡ് ആവുന്ന സമയത്ത് വെയിറ്റഡ് ആവറേജ് ഉണ്ട്, വെയിറ്റഡ് അഗ്രിഗേറ്റീവ് ഉണ്ട്. സിമ്പിൾ ഇൻഡെക്സ് നമ്പർ വരുമ്പോൾ സമ്മേഷൻ P1 by സമ്മേഷൻ P0 into 100 ആണ്. സിമ്പിൾ ആവറേജ് വരുന്ന സമയത്ത് സമ്മേഷൻ P1 by P0 into 100 by n ആണ്. വെയിറ്റഡ് ആകുമ്പോൾ വെയിറ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സിൽ നമ്മൾ ബേസിക് ആയിട്ട് പറയുന്നത് വെയിറ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ് അല്ലെ, അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ദ വെയിറ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്. ഇത് ആവറേജ് മെത്തേഡ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് വെയിറ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. അഗ്രിഗേറ്റീവ് മെത്തേഡ്സ്. അപ്പൊ വെയിറ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഡിഫറെന്റ് സോർട്സ് ഓഫ് കൺസിഡറേഷൻസ് പ്രകാരം അല്ലെങ്കിൽ ഡിഫറെന്റ് സോർട്സ് ഓഫ് അറ്റയറൻസിലൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള റാങ്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത്. ആ ഡിഫറെന്റ് ആയിട്ടുള്ള റാങ്ക് മെക്കാനിസത്തിലൂടെ how you are going for the computation, how you are for the ranking process എന്നുള്ളതിനാണ് അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ബേസിക്കലി 3 മെത്തേഡ്സ് ആണ് പഠിക്കാനായിട്ട് ഉള്ളത്. 3 മെത്തേഡ്സ് ആണ് ജനറലി നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് നമ്മുടെ വെയിറ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡിൽ വരുന്ന
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഇക്വേഷൻസ് ആണുള്ളത്. ആൻഡ് അതിനെ നമ്മൾ ബേസിക്കലി നമുക്ക് 3 ആയിട്ട് തരംതിരിക്കും. The very first one is the Laspier's formula അല്ലെങ്കിൽ Laspier's method. The second one is Pasteur's method. And the third one is Fisher's method. Index numberൽ ബേസിക് ആയിട്ട് ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. Laspier's method, Pasteur's method, Fisher's method. ഒരിക്കലും നമ്മൾ ഇതിന്റെ ഫോർമുലകൾ മറക്കരുത്. കാരണം ഏതൊരു പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ലാസ്പിയർ, പാച്ചീസ്, ഫിഷർ. ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ഏതാണ് എന്നൊക്കെ നിരത്തി പിടിച്ച ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഫോർമുലകളെല്ലാം തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി പഠിക്കാനുള്ളത് ലാസ്പിയർ ഉണ്ട്, പാച്ചീസ് ഉണ്ട്, ഫിഷർ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടും വേറെ ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് ഇല്ല. സോ ഇൻഡെക്സ് നമ്പേഴ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ലാസ്പിയറും പാച്ചീസും അതേപോലെ ഫിഷർ ഇൻഡെക്സ് നമ്പേഴ്സും ആ. ടൈം ആൻഡ് ഫാക്ടർ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈ ഒരു ലാസ്പിയർ, പാച്ചീസ്, ഫിഷറിന്റെ ഇൻഡെക്സ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് പോസ്റ്റുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ലാസ്പിയറിന്റെ മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഫോർമുല P01 is equal to summation P1 Q0 by summation P0 Q0 into 100. Pasteur's method in the formula P01 is equal to summation P1 Q1 by summation P0 Q1 into 100 ആണ്. ഫിഷറിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റൂട്ട് ഓഫ് സമ്മേഷൻ P1 Q0 by summation P0 Q0 into summation P1 Q1 by summation P0 Q1 into 100 ആണ്. സോ 3 ഫോർമുലയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ലാസ്പിയേഴ്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ സമ്മേഷൻ P1 Q0 by summation P0 Q0 into 100 ആണ്. പാസ്റ്റേഴ്സ് മെത്തേഡ് വരുമ്പോൾ സമ്മേഷൻ P1 Q1 by summation P0 Q1 into 100 ആണ്. ഫിഷേഴ്സ് മെത്തേഡ് വരുമ്പോൾ റൂട്ട് ഓഫ് സമ്മേഷൻ P1 Q0 by summation P0 Q0 into summation P1 Q1 by summation P0 Q1. ഇതാണ് ജനറൽ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടേഷനിലേക്ക് വരുന്നത്. വളരെ ഈസി ആയി തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കിനി ഒരു ചോദ്യത്തിലേക്ക് പോകാം. 3 കൂടെ അപ്ലൈ ചെയ്യുന്ന ചോദ്യം നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. So you are given commodities A, B, C, D. 2001 പ്രൈസ് തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്. 10, 9, 8, 6, 30, 10, 15, 20. 2011 നമുക്ക് തന്നിട്ടുണ്ട് പ്രൈസസ് 12, 11, 10, 7. Then you have 35, quantity ആണ് 35. Then you have 15, 20, 25. സോ ഇവിടെ ഇതിന് നമ്മൾ P0 എന്ന് പറയും. ഇത് നമ്മളുടെ P1, നമ്മളുടെ Q0, ഇത് നമ്മുടെ Q1. സോ നമ്മൾ ഇനി ഓരോ ഫോർമുലകൾ വെച്ച് ചെയ്ത് നോക്കാൻ പോവാണ്. വെരി ഫസ്റ്റ് വൺ ഇസ് ലാസ്പിയേഴ്സ് ഫോർമുല. ലാസ്പിയേഴ്സിന്റെ ഫോർമുലയുടെ എന്താണ്? സമ്മേഷൻ P1 Q0 by summation P0 Q0 into 100 ആണ്. സോ P1 Q0 നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് P1 into Q0. നമ്മൾ അതിനെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 360. ദാറ്റ് ഈസ് 12 into 30. Now 10 into 11. That is 110. Now 15 into 10. That is 150. Now 20 into 7. That is 140. So നമ്മൾ ഇതിനെ ഒന്ന് ടോട്ടൽ ചെയ്യാണ്. So you have 5, 6, 12. Yes, 6. Then 3, 4, 5, 6. Yes, 760. Now we are going for നമുക്ക് P0 Q0. So P0 Q0 ലേക്ക് പോയാൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് ആ ഫോർമുല മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അത് പഠിച്ചാൽ തന്നെ you will be able to solve the entire thing. P0 Q0. So that means P0 Q0. So
300, that is 10 into 30, 9 into 10, 90, 8 into 15, 120, 6 into 20, 120. So when you compute this together, P0, Q0 and the total 630. Now apply it. 760 by 630 into 100. So the right answer will be 120.63. So this is all about last year's method. ഒന്നുമില്ല, നമ്മൾ ആ ഫോർമുല പഠിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, അതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Now moving on to the second one. ഞാൻ അതൊന്ന് മായ്ക്കുവാണ്. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ we have the Patch's method. Patch's methodന്റെ ഫോർമുല summation P1 Q1 by summation P0 Q1 into 100. So P1 Q1. So P1 Q1 എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് ജനറലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 420, that is P1 into Q1 ആണ്. So 12 into 35 നമ്മൾ ചെയ്യുന്നു. So 35 into 12 എന്ന് പറയുന്ന സമയത്ത് we have 420. Then P1 into Q1 ആണ്. That is 11 into 15, 165. 10 into 20, you have 200. 25 into 7, that is 175. So ഇത് add ചെയ്യുന്ന സമയത്ത് you will get it as 960. Now we are moving on to the next one, that is P0 Q1. So this is P0 and this is your Q1. So 35 into 10, which will give you the answer 350. Now 9 into 15, that is 135. 20 into 8, 160. Now 6 into 25, which will give you the answer 150. So when you compute this together, you will get the answer as 795. So ഇവിടെ നമ്മൾ P1 Q1 is 960 ആണ്, divided by P0 Q1 is 795 into 100. So when you solve this, you will get the answer as 120.75. ഈ രണ്ടെണ്ണം ക്ലിയർ ആണോ? ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ആ ഫോർമുല വെച്ചിട്ട് ഏതാണ് P0 ഏതാണ് Q0 എന്ന് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ ഏതാണ് P1 ഏതാണ് Q1 എന്ന് കണ്ടുപിടിക്കുക. 2 വർഷങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർഷമായിരിക്കും ഇപ്പൊ പ്രൈസിന്റെ കേസിലാണെങ്കിൽ P1 എന്ന് പറയുന്നത്, ഏറ്റവും ഇപ്പൊ ക്വാണ്ടിറ്റിന്റെ കേസിലാണെങ്കിൽ Q1 എന്ന് പറയുന്നത്. അടിസ്ഥാന വർഷം അല്ലെങ്കിൽ ബേസ് ഇയറിനെ അതിന്റെ പ്രൈസ് ആണെങ്കിൽ P0 എന്നും അതിന്റെ ക്വാണ്ടിറ്റി ആണെങ്കിൽ Q0 എന്നുമാണ് നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും ക്ലിയർ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. Am I clear? ഒരുപാട് ഫോർമുലയാണ് നമുക്ക് ആക്ച്വലി ഫോർമുലാസ് ആണ് നമുക്ക് ആക്ച്വലി ഇൻഡെക്സ് നമ്പേഴ്സിൽ പഠിക്കാനുള്ളത്. So the very first one is a simple index number, then you have the simple average, then you have weighted index number. Weighted average പഠിക്കാനുണ്ട്. Aggregate, weighted aggregate ലാണ് 3 മെത്തേഡ്സ് വരുന്നത്, that is last year's, Patch's and Fisher. ഇനി നമുക്ക് ലാസ്റ്റ് ഇയേഴ്സ് കിട്ടി, പാച്ചീസ് കിട്ടി, ഫിഷറും കിട്ടി. സോറി, ഫിഷേഴ്സ് ഇനി കണ്ടുപിടിക്കണം. ലാസ്റ്റ് ഇയർ കിട്ടി, പാച്ചീസും കിട്ടിക്കഴിഞ്ഞു. ദ വെരി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിഷർ ഇൻഡെക്സ് നമ്പർ ആണ്. സോ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറിനെ നമ്മൾ ബേസിക്കലി പറയുന്നത് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ആണ്. അതായത് ഏത് ടൈം പീരീഡ് ആയാലും ആ ടൈം പീരീഡിന്റെ ഫാക്ടേഴ്സിനെ എല്ലാം തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഇൻഡെക്സ് നമ്പർ ആണ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിന്റെ കേസ് എടുത്താൽ ഇന്ന് അത് ഒക്കർ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നാളത്തെ അതിന്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ്. സോ വേരിയസ് ആയിട്ടുള്ള, അതായത് ഡിഫറെന്റ് കമോഡിറ്റീസിന് 2000 കൊടുക്കുന്ന വെയിറ്റേജ് ആയിരിക്കില്ല 2001 കൊടുക്കുന്നത്. സോ ഇറ്റ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ്. അങ്ങനെ ഫ്ലക്ച്വേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യാണ്, ഡിഫറെന്റ് വെയിറ്റ്സ് അസോസിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ലാസ്റ്റ് ഇയർ മെത്തേഡ് ആണെങ്കിലും പാച്ചീസ് മെത്തേഡ് ആണെങ്കിലും അവിടെയൊക്കെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ, വെറും ഒരു ബേസിക് ആയിട്ടുള്ള, അതായത് നമുക്ക് ജസ്റ്റ് ഒരു ബേസ് ഇയർ പ്രൈസ്, ബേസ് ഇയർ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ കറണ്ട് ഇയർ പ്രൈസ്, കറണ്ട് ഇയർ ക്വാണ്ടിറ്റി മുതലായ കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ അവിടെ ചർച്ച ചെയ്യുന്നത്.
പക്ഷെ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറില് അതല്ല, നമ്മൾ അവിടെ കറണ്ട് ഇയർ പ്രൈസ് എടുക്കും, ബേസ് ഇയർ പ്രൈസ് എടുക്കും, കറണ്ട് ഇയർ ക്വാണ്ടിറ്റി എടുക്കും, ബേസ് ഇയർ ക്വാണ്ടിറ്റിയും എടുക്കും. എല്ലാ ഫാക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു അസോസിയേഷൻ ആണ് നമ്മൾ ഏതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പേഴ്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. മാത്രല്ല ഇവിടെ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ നമ്മൾ സ്ക്വയർ റൂട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ പറയും അവിടെ ജോമെട്രിക് മീൻ കൺസിഡറേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടത്. ജോമെട്രിക് മീൻ കൺസിഡറേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടത്. അതുകൊണ്ടാണ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറിനെ നമ്മൾ ബേസിക്കലി എന്താക്കുന്നത്? ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ആയിട്ട് പറയുന്നത്. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറിന്റെ ഏരിയയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി പറയും ടൈം റിവേഴ്സൽ ടെസ്റ്റും അതേപോലെ തന്നെ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന്. ടൈം റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് നമ്മൾ രണ്ട് കമോഡിറ്റീസ് എടുക്കുന്നു, എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന കമോഡിറ്റി എടുക്കുന്നു. എക്സ് എന്ന് പറയുന്ന കമോഡിറ്റിയുടെ 2001 പ്രൈസ് 2000 പ്രൈസ് തന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെയും കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് 2001 പ്രൈസ് പ്രകാരമാണ്. ഇനി സപ്പോസ് 2000 പ്രൈസിന്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ ചെയ്താലും അവിടെ ഇറേഴ്സ് വരാനുള്ള സാധ്യതയില്ല. അതായത് ഞാനിപ്പോ ഒരു വീറ്റിനെ കുറിച്ച് പഠിക്കുകയാണ്. 2001 വീറ്റിന്റെ പ്രൈസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്റെ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് ഉപയോഗിച്ചാൽ എനിക്ക് 2000 വെച്ച് പഠിച്ചാലും കുഴപ്പമില്ല. കാരണം എന്താ? ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റില് 2001 ഇമ്പോർട്ടൻസ് ഉണ്ട്, 2000 ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ലാസ്റ്റ് ഇയർ മെത്തേഡ് ആണെങ്കിൽ നോക്കിക്കേ, നമ്മളിവിടെ രണ്ട് പ്രൈസ് വെക്കുന്നുണ്ട്, ഒരു ക്വാണ്ടിറ്റിയെ വെക്കുന്നുള്ളൂ. അതായത് ഇപ്പൊ 2000 ക്വാണ്ടിറ്റി രണ്ടെണ്ണം തന്നിട്ടുണ്ട്. 2000 ക്വാണ്ടിറ്റി 2001 ക്വാണ്ടിറ്റി തന്നാൽ 2000 ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത്. 2001 ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷെ ലാസ്റ്റ് ഇയർ മെത്തേഡ് അങ്ങനെയല്ല. നമ്മൾ ഈക്വൽ വെയിറ്റേജ് ആണ് എല്ലാത്തിനും കൊടുക്കുന്നത്. ഫാക്ടർ റിവേഴ്സൽ ഫോർമുലയിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഡിഫറെന്റ് സോർട്സ് ഓഫ് കമോഡിറ്റീസ് ഉണ്ടായിരിക്കും അല്ലെ. എക്സിനെ കുറിച്ച് പഠിച്ചാലും വൈനെ കുറിച്ച് പഠിച്ചാലും സെയിം ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അണ്ടർ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ. ഫിഷറിന്റെ ഇൻഡെക്സ് നമ്പറിൽ നമുക്ക് ട്രെൻഡ് അറിയണം എന്ന് വിചാരിക്കാം. ഇപ്പൊ അഗ്രികൾച്ചറൽ കമോഡിറ്റീസിന്റെ ട്രെൻഡ് അറിയണം എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ അഗ്രികൾച്ചർ കമോഡിറ്റിന്റെ ട്രെൻഡ് അറിയണമെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള പോസ്റ്റുലേഷൻസിലേക്ക് പോയാലും ഏതായാലും നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് പോവുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ. നമ്മൾ എങ്ങനെ എന്ത് ചെയ്താലും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഈൽഡ് ചെയ്യാനായി നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഏത് തന്നെയാണ്? ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ തന്നെയാണ്. അതുകൊണ്ടാണ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറിന് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുല റൂട്ട് ഓഫ് summation P1 Q0 by summation P0 Q0 into summation P1 Q1 by summation P0 Q1 into 100 ആണ്. അപ്പൊ നമ്മള് ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മളിവിടെ ഇതെന്താണ്? ദിസ് ഇസ് യുവർ ലാസ്റ്റ് ഇയർ, ദിസ് ഇസ് യുവർ പാർച്ചേസ്. കണ്ടോ, രണ്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇയറിലാണെങ്കിൽ നമ്മള് ബേസ് ഇയർ ക്വാണ്ടിറ്റി ആണ് വരുന്നത് അല്ലെ, Q0. അങ്ങനെയും ചോദ്യങ്ങൾ വരാം. ലാസ്റ്റ് ഇയറിൽ നമ്മൾ ക്വാണ്ടിറ്റി ഏത് ക്വാണ്ടിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ലാസ്റ്റ് ഇയറിൽ ബേസ് ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. പാർച്ചേസിൽ എങ്ങനെയാ? കറന്റ് ക്വാണ്ടിറ്റീസ് ആ. Q1 Q1 ആ. Q1 എന്ന് പറഞ്ഞാൽ എന്താ? കറന്റ് ആയിട്ടുള്ളത്. Q0 പറഞ്ഞാൽ എന്താ? പ്രീവിയസ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇതുകൊണ്ടാണ് ഇതിനെ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. അതായത് ബേസ് ഇയറും എടുക്കുന്നുണ്ട്, കറന്റ് ഇയറും എടുക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫാക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ ദ കമ്പ്യൂട്ടേഷൻ. സോ P1 by Q0 അല്ലെങ്കിൽ P1 Q0 by P0 Q0 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. 760 by 630 ഇൻറ്റു 100 എഴുതണ്ട, കാരണം രണ്ടിനും 100 ഉണ്ടല്ലോ. ഇനി ഇൻറ്റു നമ്മളതിനെ എടുക്കുന്ന സമയത്ത് നമുക്ക് 960 by
795 into 100. സോ നമുക്ക് ഇതൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് 760 by 630. So you will get it as root of 1.20 എന്ന് കിട്ടും into 960 divided by 795. So you'll get it as 1.20 എന്നും നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? സോ root of 1.206 into 1.207 ആണ് വരുന്നത് into 100. So you'll get it as root of 1.455 into 100. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ റൂട്ട് ഓഫ് 1.455 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് ടെക്സ്റ്റിലുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. റൂട്ട് ഒക്കെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ റൂട്ടിന്റെ വാല്യൂസ് നിങ്ങൾക്ക് തന്നിരിക്കും. സോ ഇവിടെ 1.206 ആണ് ഇതിന്റെ റൂട്ട് into 100. So when we solve it, you will get 120.64. ഇതായിരിക്കും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് ലഭിക്കുന്നത്. സോ ഇവിടെ നമ്മൾക്ക് നോക്കിയാൽ കാണാം ലാസ്റ്റ് ഇയറിന്റെ മെത്തേഡും നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തിനു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്? ഫിഷറിനും ലാസ്റ്റ് ഇയറും പാച്ചീസിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഈ രണ്ട് ഫാക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട്, അതായത് ബേസ് ഇയർ ആണെങ്കിലും കറന്റ് ഇയർ ആണെങ്കിലും ഈ രണ്ട് ഫാക്ടേഴ്സിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ബേസിക് ആയിട്ട് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഐഡിയൽ ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ ആയിട്ട് പോസ്റ്റുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും ക്ലിയർ ആണോ? ആദ്യം നമ്മൾ പഠിച്ച സിമ്പിൾ ഇൻഡെക്സ് നമ്പർ. സിമ്പിൾ ഇൻഡെക്സ് നമ്പറിനെ രണ്ടായിട്ട് we can divide. That is simple aggregative method, and the next one is simple average of price relative. Simple aggregate la summation P1 by summation P0 into 100. Simple average method la summation of P1 by P0 into 100 by n. Weighted index number ആണെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് summation RW by summation W, where R is a relative price. Then we have weighted aggregative method. Weighted aggregative method ne നമുക്ക് മൂന്നായിട്ട് classify ചെയ്യാം. You have the Laspier's method, Paste's method and Fisher's method. Laspier's method la summation P1 Q0 by summation P0 Q0 into 100. Paste's method la summation P1 Q1 by summation P0 Q1 into 100. Fisher's method la root of summation P1 Q0 by summation P0 Q0 into summation P1 Q1 by summation P0 Q1 into 100 ആണ്. ഏറ്റവും നല്ല ഇൻഡെക്സ് നമ്പർ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ആണ്. ബിക്കോസ് അതിന്റെ അകത്ത് ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഫിഷർ ഇൻഡെക്സ് നമ്പറിൽ നമ്മൾ കറന്റ് ഇയർ പ്രൈസ്, ബേസ് ഇയർ പ്രൈസ് എടുക്കും. കറന്റ് ഇയർ ക്വാണ്ടിറ്റിയും ബേസ് ഇയർ ക്വാണ്ടിറ്റിയും എടുക്കും. ലാസ്റ്റ് ഇയേഴ്സിൽ കറന്റ് ഇയർ ബേസ് ഇയർ ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുള്ളൂ. പാസ്റ്റ് ഇയേഴ്സിൽ നമ്മൾ എന്താണ് കറന്റ് ഇയർ എടുക്കും. ഇത്രയും ക്ലിയർ ആണോ? Am I clear? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് യെസ് ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും അതേപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സുമാണ്. നമുക്ക് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലേക്ക് കടക്കുമ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അതായത് നമുക്ക് ഇൻഫ്ലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നമ്മുടെ എക്കോണമിയിൽ? അതായത് ബാസ്ക്കറ്റ് ഓഫ് കറൻസീസ് അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ഓഫ് കമോഡിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ? ആസ് കൺസ്യൂമേഴ്സ് നമുക്ക് ഒരുപാട് തരത്തിലുള്ള കമോഡിറ്റീസ് മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ കമോഡിറ്റീസിന്റെ എല്ലാം പ്രൈസ് നമ്മൾ ഒന്ന് സ്വാപ്പ് ചെയ്തിട്ട് നമ്മുടെ എക്കോണമിയിൽ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ആണോ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഡിഫ്ലേഷണറി കണ്ടീഷൻ ആണോ എക്സിസ്റ്റ് ചെയ്യുന്നത് മുതലായ കാര്യത്തെ കുറിച്ച് അറിയാൻ വേണ്ടി, അതിന്റെ ട്രെൻഡിനെ കുറിച്ചൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ഓൾട്ടർനേറ്റീവ് നെയിംസ് ആണ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ്, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ്, അതേപോലെ റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ്, പ്രൈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് നമ്പർ, പ്രൈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് നമ്പർ. അപ്പൊ നമുക്കറിയണം ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ നമ്മുടെ എക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. അങ്ങനെ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ നമ്മുടെ എക്കണോമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ നമുക്ക് കർട്ടീൽ ചെയ്യാനായിട്ട് പറ്റും. All those things are very important. അപ്പൊ അതിനു വേണ്ടി അല്ലെങ്കിൽ അതറിയാൻ വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്.
ആൻഡ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഗ്രികൾച്ചറൽ ഫാമേഴ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ മേഖലയിൽ ഇനീഷ്യേറ്റ് ചെയ്തത് CSO ആണ്. ആൻഡ് അത് 1986-87 കാലഘട്ടത്തിലാണ് CSO ഇത് ഇനീഷ്യേറ്റ് ചെയ്തത്. നോൺ മാനുവൽ എംപ്ലോയീസിന്, അതായത് ബേസിക് ആയിട്ട് ടെക്നിക്കൽ ടാസ്ക് ഒക്കെ ചെയ്യുന്നവർക്ക് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മെഷർമെന്റ് കൊണ്ടുവന്നത് 1984-85 ആണ്. അത് കൊണ്ടുവന്നത് ലേബർ ബ്യൂറോ ആണ് ഷിംല. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് കൺസ്യൂമർ ബേസ് ഇൻഡെക്സ് കൊണ്ടുവന്നത് 1982 അതും ലേബർ ബ്യൂറോ ഷിംലയാണ്. സോ അഗ്രികൾച്ചറൽ ലേബറേഴ്സിന് ഇത് കൊണ്ടുവന്നത് CSO ആണ്. 1986-87 കാലഘട്ടത്തിലാണ് അത് വന്നത്. CPI ഇൻഡെക്സ് നോൺ മാനുവൽ എംപ്ലോയീസിന് കൊണ്ടുവന്നത് 84-85 ടൈം പീരീഡിലാണ്. ലേബർ ബ്യൂറോ ഷിംലയാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് പുട്ട് ഫോർവേഡ് ചെയ്തത് 82 ലേബർ ബ്യൂറോ ഷിംലയാണ് അതും എന്ത് ചെയ്തത്, ഫോർമുലേറ്റ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഫോർമുല മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, കാരണം ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ഫോർമുല എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ രണ്ടായിട്ടാണ് ഇതിനെ വേർതിരിക്കുന്നത് ഈ മെത്തേഡിനെ. The very first one is the aggregative expenditure method. And the very next one is family budget method. So aggregative expenditure method formula summation P1 Q0 by summation P0 Q0 into 100 ആണ്. P1 Q0 by summation P0 Q0 into 100. അതായത് നമ്മുടെ ലാസ്റ്റ് ഇയറിന്റെ അതേ ഫോർമുലയാണ് ഏതിന് വരുന്നത്, നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ അഗ്രിഗേറ്റീവ് മെത്തേഡിൽ വരുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ അഗ്രിഗേറ്റീവ് മെത്തേഡിൽ വരുന്നത് സെയിം ഫോർമുലയാണ് ആസ് ദാറ്റ് ഓഫ് ലാസ്റ്റ് ഇയേഴ്സ്. ആൻഡ് ദ ഫോർമുല is summation P1 Q0 by summation P0 Q0 into 100 ആണ്. P1 എന്ന് പറഞ്ഞാൽ കറന്റ് ഇയർ പ്രൈസ്, Q0 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് ഇയർ ക്വാണ്ടിറ്റി, P0 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് ഇയർ പ്രൈസ് ആൻഡ് Q0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറന്റ് ഇയർ ക്വാണ്ടിറ്റി ആണ് വരുന്നത്. നൗ നമ്മൾ ഫാമിലി ബഡ്ജറ്റ് മെത്തേഡിലേക്ക് പോണു. ഫാമിലി ബഡ്ജറ്റ് മെത്തേഡിലേക്ക് പോയാൽ ദ ഫോർമുല is summation RW by summation W and this is the formula of weighted method. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മൾ പഠിച്ച ഫോർമുല തന്നെയാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ രണ്ട് മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. അഗ്രിഗേറ്റീവ് എക്സ്പെൻഡിച്ചർ മെത്തേഡും ഉണ്ട്, ഫാമിലി ബഡ്ജറ്റ് മെത്തേഡും ഉണ്ട്. അപ്പൊ അഗ്രിഗേറ്റീവ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണ് ഫോർമുല is summation P1 Q0 by summation P0 Q0 into 100. ഫാമിലി ബഡ്ജറ്റ് മെത്തേഡ് ആണെങ്കിൽ summation RW by summation W. ഇത്രയേ ഉള്ളൂ, nothing else. ഇനി നമുക്ക് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പറയുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ ആണ് നമുക്ക് തരുന്നത്. അതായത് ഡിഫറെന്റ് ബൾക്ക് ഓഫ് കമോഡിറ്റീസ് ഉണ്ട്. ഈ ബൾക്ക് ഓഫ് കമോഡിറ്റീസിന്റെ ജനറൽ പ്രൈസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് എങ്ങനെയാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് കമോഡിറ്റീസ് എടുക്കുന്നു, ആ ഗ്രൂപ്പ് ഓഫ് കമോഡിറ്റീസിന്റെ പ്രൈസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. അതിന്റെ അകത്ത് കമോഡിറ്റീസ് എന്ന് പറയുമ്പോൾ ഒന്ന് പ്രൈമറി ആർട്ടിക്കിൾസ് ഉണ്ട്. പ്രൈമറി ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ വീറ്റ്, റൈസ്, പൾസസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെയാണ് പ്രൈമറി ആർട്ടിക്കിൾസ്. പിന്നെ ഇതിന്റെ അകത്ത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് എനർജി ആർട്ടിക്കിൾസ്. 19 എനർജി ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ, ഇതൊക്കെ ചോദിക്കും കേട്ടോ, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ കമ്പ്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് യു ഹാവ് ദ മാനുഫാക്ചറിങ്. മാനുഫാക്ചറിംഗിൽ വരുന്നത് 318 ഐറ്റംസ് ആണ്, ഇതൊക്കെ ചോദിക്കും. സോ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ പ്രൈസ് ലെവൽസ് ആണ് നമുക്ക് അവിടെ പോസ്റ്റുലേറ്റ് ചെയ്ത് തരുന്നത്. അതിന്റെ അകത്ത് പ്രൈമറി എനർജി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് കമോഡിറ്റീസും ഉണ്ട്. എനർജിയിൽ മൊത്തം 19 ആർട്ടിക്കിൾസ് ആണ് നമ്മൾ എടുക്കുന്നത്, മാനുഫാക്ചറിംഗിൽ 318 ആർട്ടിക്കിൾസ് ആണ് നമ്മൾ അവിടെ എടുക്കുന്നത്. സോ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ നമ്മൾ, കാരണം അതിന്റെ അകത്ത് ഒരു വലിയ രീതിയിലുള്ള കമ്പ്യൂട്ടേഷൻ ആക്ടിവിറ്റീസിലേക്കൊന്നും നിങ്ങൾക്ക് പോകണ്ട. CPI ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. CPIയുടെ ട്രെൻഡ് അല്ലെങ്കിൽ CPIയുടെ ഫ്ലക്ച്വേഷൻസ് വെച്ചിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇനി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്
നമ്മളുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയും. അപ്പൊ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ്, അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ് എന്ന് പറയും. ഓരോ ഇൻഡസ്ട്രിയൽ യൂണിറ്റിലും ഹൗ ദ പ്രൊഡക്ഷൻ പ്രോസസ്സസ് ചേഞ്ചിങ് പ്ലേസ് അല്ലെങ്കിൽ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ദ പബ്ലിക് ആസ് വെൽ ആസ് ദ പ്രൈവറ്റ് സെക്ടർ. അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയി അറിയണം. പബ്ലിക് സെക്ടറിലാണോ കൂടുതൽ പ്രൊഡക്ടിവിറ്റി നടക്കുന്നത്, പ്രൈവറ്റ് സെക്ടറിലാണോ കൂടുതൽ പ്രൊഡക്ടിവിറ്റി നടക്കുന്നത്, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കൃത്യമായിട്ട് ഏത് തരത്തിലുള്ള പോളിസിയാണ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ഫ്രെയിംവർക്ക് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടേഷണൽ സ്ട്രാറ്റജിയിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതിൽ ബേസിക്കലി വരുന്നത് നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകളുടെ ബേസിസിലാണ് IIP പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ബേസിക്കലി വരുന്ന ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസിനെ പലതായിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് മൈനിങ് ഉണ്ട്, then you have manufacturing, then you have electricity. ഇനി നമ്മൾ രണ്ടാമത്തെ ഏരിയയിലേക്ക് പോയാൽ ചോയ്സ് ഓഫ് ബേസ് ഇയർ. നമ്മൾ പ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുന്നു. ഉൽപാദനം മൈനിങ് സെക്ടറിൽ വർദ്ധിച്ചിട്ടുണ്ടോ, കുറയാണോ ചെയ്തത്, നമുക്കൊരു ഐഡിയ ഫ്രെയിംവർക്ക് വേണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഏത് ബേസ് ഇയർ നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളത്. അടുത്തത് ഡാറ്റ. നമുക്ക് കൃത്യമായി ഡാറ്റ ഉണ്ടായിരിക്കണം. ഏത് വർഷത്തെ പോസ്റ്റുലേഷൻസ് വേണമെങ്കിലും നമ്മൾ ടാബുലേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ സ്പഷ്ടമായി വളരെ കൃത്യമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ, അതേപോലെ ഡാറ്റ ഫ്രെയിംവർക്ക് ഇല്ലെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി റിയലി ഹെക്ടിക്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഡാറ്റ സ്ട്രക്ചർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് 2000-ലെ ഡാറ്റ 2001-ലെ ഡാറ്റ ആയിട്ടാണോ കമ്പയർ ചെയ്യേണ്ടത്, അതോ 2002-ലെ ഡാറ്റ ആയിട്ടാണോ കമ്പയർ ചെയ്യേണ്ടത്, വി ഹാവ് ടു മേക്ക് എൻ അസിമുലേഷൻ. അപ്പൊ അതിന് ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് വൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റേജ്. നമ്മൾ ഏതൊക്കെ കമ്മോഡിറ്റീസ് ആണ് ഉപയോഗിക്കേണ്ടത്, വീറ്റ്, റൈസ്, പൾസസ് ആണോ നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതോ കോട്ടൺ ആണോ നമ്മൾ ഉപയോഗിക്കേണ്ടത്, അങ്ങനെ ഓരോ തരത്തിലുള്ള ഫാക്ടേഴ്സ് വെച്ചിട്ട് ഏതിനാ നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി, IIP എന്നാണ് പറയുക. അത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാലും IIP എന്നാണ് ജനറലി അറിയപ്പെടുക, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇത് കണ്ടുപിടിക്കാൻ ഫോർമുല ഉണ്ട്. ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ മതി. സമ്മേഷൻ Q1 by Q0 into 100 to W divided by summation W. So Q1 is your current year quantity, Q0 is your base year quantity, and W is your weights. Different sorts of commodities ഉണ്ടായിരിക്കും. ആ കമോഡിറ്റിന്റെ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യാണ്, എങ്ങനെയാണ് ഇതിന്റെ റേഷ്യോ വരുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു പ്രൈസ് എങ്ങനെയാണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങൾക്കാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ലിങ്ക് റിലേറ്റീവ് മെത്തേഡ് ആണ്. നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുക, കാരണം അത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ കുറച്ചുണ്ട്. അപ്പൊ അടുത്ത സെഷനിൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വിത്ത് ദാറ്റ് ദ ഇൻഡെക്സ് നമ്പർ ഇസ് ഫിനിഷ്ഡ്. നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോക്സ്റ്റൺ ആൻഡ് കൗഡന്റെ ആണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഡെഫിനേഷൻ. ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് വേരിയബിൾസ് നമുക്ക് കിട്ടുമ്പോൾ ആ വേരിയബിൾസിന്റെ ചേഞ്ച്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് എങ്ങനെയാണ് എന്ന് നമ്മളെ പഠിക്കാനായി സഹായിക്കുന്നതിനെയാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ബേസിക്കലി പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ്, ഇൻഇക്വാലിറ്റി അറിയുക അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുക, ബാരോമീറ്റർ, അതേപോലെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ, എക്കണോമിക് കണ്ടീഷൻസ്, വേജ് പോളിസി ഫോർമുലേറ്റ് ചെയ്യാനാണ് നമ്മളിത് സഹായിക്കുന്നത്. നമുക്ക് രണ്ടായി തിരിക്കാം, സിമ്പിൾ ഇൻഡെക്സ് നമ്പർ, വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ. സിമ്പിളിൽ രണ്ടെണ്ണം, സിമ്പിൾ അഗ്രിഗേറ്റീവ്, സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്. വെയ്റ്റഡിലേക്ക് പോകുമ്പോൾ വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്, വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്. സിമ്പിൾ ഇൻഡെക്സ് നമ്പറിൽ P01 is equal to summation P1 by summation P0 into 100 ആണ്. സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവില് സമ്മേഷൻ P1 by P0 into 100 by N ആണ്. വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സിലേക്ക് വരുമ്പോൾ സമ്മേഷൻ RW by summation W ആണ്. വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്സിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് ഇയർ പാച്ചസ് ആൻഡ് ഫീച്ചേഴ്സ് ആണ്. ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ഇസ് ദ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇയർ, അത് രണ്ട് മെത്തേഡ് ഉണ്ട്, അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡും ഉണ്ട്, ഫാമിലി ബഡ്ജറ്റ് മെത്തേഡും ഉണ്ട്. അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണെങ്കിൽ അവിടെ ലാസ്റ്റ് ഇയറിന്റെ ഫോർമുലയാണ് വരുന്നത്. ഫാമിലി ബഡ്ജറ്റ് മെത്തേഡ് ആണെങ്കിൽ അവിടെ വരുന്നത് വെയ്റ്റഡിന്റെ ആണ്. Then we went with wholesale price index. അതിൽ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ജനറൽ പ്രൈസ് ലെവൽ, സെക്കൻഡ് വൺ ഇസ് പ്രൈമറി, അതായത് 19 ആർട്ടിക്കിൾസ് ആണ് വരുന്നത്.
മാനുഫാക്ചറിംഗിൽ 318 ആണ് വരുന്നത്. ഇനി നോൺ മാനുവൽ എംപ്ലോയീസ് ആണ് 84, 83, 85 ആണ് വരുന്നത്. ലേബർ ബ്യൂറോ ഷിംലയാണ്. 86, 87 ആണ് CSOയുടെ കേസിൽ. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് 1982 ആണ്. ലേബർ ബ്യൂറോ ഷിംലയാണ് ഫോർമുലേറ്റ് ചെയ്തത്. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ്. ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി, ചോയ്സ് ഓഫ് ദ ബേസ് ഇയർ, ഡാറ്റ ആൻഡ് വെയിറ്റേജ് ആണ്. ഫോർമുലേഴ്സ് summation Q1 by Q0 into 100 into W by summation W ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലിങ്ക് റിലേറ്റീവ് മെത്തേഡ് ആണ്. ഈ ലിങ്ക് റിലേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ജനറലി നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫ്ലേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷണറി കണ്ടീഷൻ ആണോ അതോ ഡിഫ്ലേഷണറി സിറ്റുവേഷൻ ആണോ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക്